ഗവർണർക്കെതിരെ വെല്ലുവിളിയുമായി എസ്.എഫ്.ഐയും രണ്ടും കൽപ്പിച്ച് ഗവർണറും രംഗത്തിറങ്ങിയതോടെ കേരളം കണ്ടത് ഇതുവരെ കാണാത്ത കാഴ്ചകളായിരുന്നു. ഇസഡ്+ കാറ്റഗറിയിൽ സുരക്ഷ ലഭിക്കേണ്ട സാക്ഷാൽ ഗവർണർ തന്നെ നേരിട്ട് എസ്.എഫ്.ഐ നേതാക്കളെ നേരിടാൻ രംഗത്തിറങ്ങി. അന്നു മുതൽ എസ്.എഫ്.ഐ ഗവർണറെ വെല്ലുവിളിക്കുന്നതല്ലാതെ ഗവർണർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. അങ്ങനെ വിവിധ കാരണങ്ങളാൽ സർക്കാരിനെതിരെ പോർമുഖം തുറന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് ഡൽഹിയിൽ നിന്ന് തലസ്ഥാനത്ത് തിരിച്ചെത്തും. നാളെയാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള നേർക്കുനേർ പോർവിളിക്ക് ശേഷം ഇരുവരും ഒന്നിച്ചെത്തുന്ന വേദിയായി സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറും. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുകുമോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഇതിനിടെയാണ് ഗവർണർക്കെതിരായ പ്രതിഷേധം തുടരുമെന്ന എസ്.എഫ്.ഐയുടെ അറിയിപ്പ്. നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കാനിരിക്കെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നിയുക്ത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് വേണ്ടി സിനിമാ വകുപ്പ് കൂടി വേണമെന്ന് കേരള കോൺഗ്രസ് ആവശ്യമുന്നയിച്ചതോടെയാണ് വകുപ്പ് മാറ്റം ഉണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുന്നത്. ഗവർണർ സർക്കാർ പോര് തുടരുന്ന സാഹചര്യത്തിലും നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർ ഒപ്പുവെക്കാതെ വന്നതോടെയും നിർണായകമായ കാര്യങ്ങളിൽ സർക്കാർ വെട്ടിലായിട്ടുണ്ട്. റവന്യൂ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമാണ് അധികാര വടംവലിയിൽ കുടുങ്ങിയിരിക്കുന്നത്. ഭൂമി തരംമാറ്റ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ലക്ഷ്യമിട്ട് നിയമസഭയിൽ അവതരിപ്പിച്ച ഭേദഗതി ബിൽ ഗവർണർ ഒപ്പിടാതെ വന്നതോടെ മറികടക്കാൻ വേണ്ടി പ്രത്യേക അദാലത്തുകൾ സംഘടിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. അതേസമയം സർവകലാശാലകളിലെ വി.സി നിയമനങ്ങളിലും പ്രതിസന്ധിയാണ്. ഗവർണർ സ്വന്തം നിലയ്ക്ക് വി.സിമാരെ തേടുന്നതിന് വഴി തേടിയതോടെ നിസ്സഹകരിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ഇതോടെ സർക്കാർ ഗവർണർ പോര് ഭരണതലത്തിൽ സാരമായി തന്നെ ബാധിച്ചു തുടങ്ങി. ഏത് വിധേനയും ഗവർണറുമായുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കണമെന്ന് പിണറായിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് നടപ്പിലാകാത്ത മട്ടാണ് ഇപ്പോഴുള്ളത്. ഇപ്പോഴും തന്റെ നിലപാടിൽ കടുകിട വ്യത്യാസമില്ലാതെ നിലയുറച്ചു നിൽക്കുകയാണ് ഗവർണർ. ഈ സാഹചര്യത്തിൽ വെട്ടിലാകുന്നതാകട്ടെ സംസ്ഥാന സർക്കാരും. ഗവർണർക്കെതിരെ കുട്ടി സഖാക്കന്മാരോട് യുദ്ധത്തിനിറങ്ങാൻ ആഹ്വാനം ചെയ്യുമ്പോൾ അതൊടുക്കം തനിക്ക് തന്നെ വലിയ പണിയാകുമെന്ന കാര്യം ഒരു തവണയെങ്കിലും പിണറായി ചിന്തിക്കാൻ മറന്നു. പ്രശ്നങ്ങൾക്കെല്ലാം ഇനി ഒരു പരിഹാരം വേണമെങ്കിൽ ഗവർണറുമായി ഏത് വിധേനയും സൗഹൃദത്തിലാവുക എന്നതാണ് പിണറായിയുടെ മുൻപിൽ ആകെയുള്ള പോംവഴി.